ഇന്ന് നമുക്ക് കുറ്റം പുരിന്തവൻ എന്ന തമിഴ് സസ്പെൻസ് ത്രില്ലർ വെബ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ കഥ നോക്കിയാലോ. ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായി ആദ്യത്തെ പാർട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ആദ്യത്തെ പാർട്ട് കാണാൻ മറക്കരുതേ. അത് കണ്ടാൽ മാത്രമേ രണ്ടാമത്തെ പാർട്ട് മനസ്സിലാവൂ. എങ്കിൽ നമുക്ക് വേഗം രണ്ടാമത്തെ പാർട്ടിന്റെ കഥയിലേക്ക് കടക്കാം. പാർട്ട് 1 അവസാനിക്കുന്ന സമയം ഗൗതം ഭാസ്കറിന്റെ വീട്ടിൽ വന്ന സമയത്തായിരുന്നല്ലോ ഭാസ്കറിന്റെ കൊച്ചുമകൻ തലകറങ്ങി വീണതും. അങ്ങനെ കൊച്ചുമകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുട്ടിക്ക് എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം, നാളെ തന്നെ നടത്തണമെന്നും ഡോക്ടർ പറയുന്നു. എന്നാൽ ഭാസ്കരൻ പറയുന്നത് അത്രയും കാശൊന്നും റെഡിയാക്കിയിട്ടില്ല, എനിക്കൊരു 3 ദിവസം സമയം വേണമെന്നും ഡോക്ടറിനോട് പറയും. കാരണം ഭാസ്കരന്റെ റിട്ടയർമെന്റ് ഫണ്ട് വരുവാനായിട്ട് 3 ദിവസമെങ്കിലും എടുക്കും. എന്നാൽ കുഞ്ഞിന്റെ ജീവൻ അത് ആപത്താണെന്നും എത്രയും വേഗം ഓപ്പറേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരണപ്പെട്ടു പോകുമെന്നും ഡോക്ടർ പറയുകയാണ്. ഭാസ്കരന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപാട് പേരോട് കാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആരുടെയും കയ്യിൽ കാശൊന്നുമില്ല. മാത്രവുമല്ല ഭാസ്കരനാണെങ്കിൽ മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കട എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കട വീണ്ടും അതിന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കാമെന്നും ഭാസ്കരൻ തീരുമാനിക്കും. എന്നാൽ ഗൗതമാണെങ്കിലോ ഭാസ്കരന്റെ വീടിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കറങ്ങി നടക്കുന്നതും. ഭാസ്കരന്റെ വീട്ടിൽ കണ്ട ആ ഒരു രക്തക്കറ എന്താണെന്ന് ഗൗതമിന് കണ്ടുപിടിച്ചേ തീരൂ. മറ്റൊരു വശത്ത് പോലീസുകാരൊക്കെ നേരെ പോകുന്നത് പവിത്ര എന്ന കുട്ടിയുടെ അച്ഛനെ കാണുവാനായിട്ടാണ്. പവിത്രയുടെ അച്ഛനും അമ്മയും ചേർന്നാണല്ലോ എസ്തറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇളക്കി വിട്ടതും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി, നിങ്ങളുടെ മകളുടെ കേസ് കണക്കല്ല മേരിയുടെ കേസെന്ന് പ്രത്യേകം പോലീസുകാർ പറഞ്ഞ് വിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത ദിവസം കുഞ്ഞിന്റെ ഓപ്പറേഷനും വെച്ചിട്ട് കാശൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ടെൻഷനിലിരിക്കുകയായിരുന്നു ഭാസ്കരൻ. അപ്പോൾ ഭാസ്കരന് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വരും. നിങ്ങളുടെ കയ്യിൽ മേരിയുടെ ഡെഡ് ബോഡി ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് കേട്ടതും ഭാസ്കരൻ ഞെട്ടിപ്പോവുകയും കോള് കട്ട് ചെയ്യുവാനായും ഒരുങ്ങുന്നു. കോള് കട്ട് ചെയ്യരുത്, നിങ്ങൾക്കിപ്പോൾ കാശിന് ആവശ്യമുണ്ടെന്നും എനിക്കറിയാം. നിങ്ങളുടെ ചെറുമകന്റെ ഓപ്പറേഷൻ നടക്കുവാനായും പോവുകയല്ലേ. മേരിയുടെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാശ്, അതും നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കാശ് ഞാൻ തരാമെന്നും പ്രൈവറ്റ് നമ്പർ വഴി വിളിച്ചാൽ പറയുന്നു. അത് കേട്ട് ഭാസ്കരൻ എന്ത് ചെയ്യണമെന്നറിയില്ല. കോള് കട്ടായി കഴിഞ്ഞതും ഭാസ്കറിന്റെ വീട്ടിലെ ഡോറിൽ ആരോ മുട്ടുന്നു. കതക് തുറന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷേ ഒരു കെട്ട് നോട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഭാസ്കരൻ അത് കയ്യിലെടുക്കും. മേരിയുടെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായിട്ട് അഡ്വാൻസ് കിട്ടിയതാണെന്നും ഭാസ്കരന് മനസ്സിലായി. അതേസമയം വീണ്ടും കോള് വരുന്നു. അഡ്വാൻസ് കാശ് കിട്ടിയില്ലേ, ബാക്കി കാശ് ബോഡി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടും. ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഡെഡ് ബോഡിയുമായി എത്തണമെന്നും വിളിച്ചാൽ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഭാസ്കരൻ. ഭാസ്കരനാണെങ്കിൽ തന്റെ കൊച്ചുമകന്റെ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടത്തണം, കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മേരിയുടെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായിട്ടും അയാൾ വിളിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകുവാനായിട്ടും ഭാസ്കരൻ തീരുമാനിക്കും. പക്ഷേ അതിനാകെയുള്ള ഒരേ ഒരു തടസ്സം മേരിയുടെ അമ്മയായിട്ടുള്ള എസ്തറാണ്. മേരിയെ കാണാതായതിൽ പിന്നെ എസ്തറാണെങ്കിൽ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ മേരിയെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങി നടക്കുകയാണ്. എപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എസ്തർ. എസ്തറിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്തും എസ്തറാണെങ്കിൽ മേരിയുടെ ഫോട്ടോയിൽ നോക്കി ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്നു. അത് ശ്രദ്ധിച്ച ഭാസ്കരനാണെങ്കിൽ നിനക്ക് കഴിക്കുവാനായിട്ട് ഞാൻ ഗ്ലൂക്കോസ് എടുത്തുകൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഗ്ലൂക്കോസും കലക്കിക്കൊണ്ടുവന്ന് അതിൽ ഉറക്ക ഗുളികയും ചേർത്തിട്ടാണ് എസ്തറിന് കൊടുത്തതും. എസ്തർ അത് കുടിച്ചതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി നടക്കുവാനായും ആരംഭിച്ചു. മയങ്ങി വീണ എസ്തറിനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതും ഭാസ്കരനായിരുന്നു. എസ്തർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ഭാസ്കരൻ ഒരു വലിയ ബാഗിലായിട്ട് മേരിയുടെ ഡെഡ് ബോഡിയുമാക്കിയിട്ട് ആ ഒരു പ്രൈവറ്റ് നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞ അതേ സ്ഥലത്തേക്കും പോകും. പോകുന്ന വഴിയിൽ വെച്ച് മേരിയെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറായ രഘു ലിഫ്റ്റ് ചോദിക്കുന്നു. ഭാസ്കർ ആണെങ്കിൽ ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും. പോകുന്ന വഴിയില് ബാഗിൽ നിന്നും ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ശബ്ദം എന്തെന്നാൽ മേരിയുടെ കയ്യിൽ ഒരു വാച്ച് കെട്ടിയിരിക്കും. ആ വാച്ചിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണിത്. ആ ഒരു ശബ്ദം ശ്രദ്ധിക്കുന്ന രഘുവാണെങ്കിൽ ഒന്ന് വണ്ടി നിർത്തിയേ, മേരിയുടെ കയ്യിൽ ഒരു വാച്ച് കിടപ്പുണ്ട്, ആ വാച്ചിൽ നിന്നും ഇങ്ങനൊരു ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും, ആ ശബ്ദമാണല്ലോ കേൾക്കുന്നത്, ഇവിടെ എവിടെയോ മേരി ഉണ്ടെന്നും രഘു പറയുന്നു. അതോടുകൂടി ഭാസ്കരന് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അയ്യോ താൻ പിടിക്കപ്പെട്ടല്ലോ എന്ന് ഭാസ്കരൻ ചിന്തിക്കുന്ന സമയമാണ് ഭാസ്കരൻ ഒരു ഐഡിയ തോന്നുന്നതും. ദേ നോക്കിയേ, ഈ ബാഗിൽ നിന്നല്ലേ ശബ്ദം കേൾക്കുന്നത് എന്ന് ചോദിക്കും. അതെ, ബാഗിൽ നിന്നും തന്നെ. എന്റെ ചെറുമകന്റെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ, നാളെയല്ലേ സർജറി. മേരിക്കുള്ളതുപോലെയുള്ള വാച്ച് അവനുമുണ്ട്, ഞാനാ രണ്ടാൾക്കും വാങ്ങിക്കൊടുത്തത്. ആ വാച്ചിന്റെ ശബ്ദമാ കേൾക്കുന്നതെന്നും ഭാസ്കരൻ പറയും. അത് രഘുവും വിശ്വസിക്കുന്നു. എങ്ങനെയൊക്കെയോ ഭാസ്കരൻ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. രഘുവിന് പോകേണ്ടടുത്ത് ഇറക്കിയതിനു ശേഷം ഭാസ്കരൻ നേരെ വരുന്നത് ആ ഒരു പ്രൈവറ്റ് നമ്പറിലുള്ള ആൾ പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണെങ്കിൽ ഡെഡ് ബോഡി കത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ചിത ഒരുക്കി വെച്ചതിന് മുകളിലായിട്ട് മേരിയുടെ ഡെഡ് ബോഡി ഭാസ്കരൻ കൊണ്ടുവന്ന് കിടത്തും. അപ്പോഴേക്കും അയാളാണെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിരുന്നു. കത്തിക്കുന്നത് എനിക്ക് കാണണം, മേരിയുടെ മുഖവും ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ മുഖം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അയാൾ വീഡിയോ കോളിൽ നിൽക്കവേ തന്നെ ഭാസ്കരനാണെങ്കിൽ ഡെഡ് ബോഡി കത്തിച്ചിട്ട് അവിടെ നിന്ന് പോകും. തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് മുഴുവൻ കാശും ഭാസ്കരന്റെ വീട്ടിലെത്തിയിരുന്നു. ആ ഒരു കാശ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അടയ്ക്കുകയും ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ വെച്ച് ഭാസ്കരൻ വീട്ടിൽ നിന്നും ബാഗുമായി പോകുന്നത് ഗൗതം കണ്ടിരുന്നു. ഗൗതമാണെങ്കിൽ വീട്ടിൽ കണ്ട ആ ഒരു രക്തക്കറ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന ആഗ്രഹത്തിൽ നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബ്ലഡിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആ ഒരു സാധനങ്ങളുമായിട്ട് നേരെ പോകുന്നത് ഭാസ്കരന്റെ വീട്ടിലേക്കാണ്. വീട് പൂട്ടിയിരുന്നത് കൊണ്ട് തന്നെ സംശയം തോന്നാതെ ആ പൂട്ടൊക്കെ ഇളക്കി അകത്ത് കയറിയ ഗൗതമാണെങ്കിൽ ആ ഒരു ടേബിളിന് താഴെയുണ്ടായിരുന്ന രക്തക്കറയെല്ലാം എടുക്കുകയാണ്. മാത്രവുമല്ല, മേരി കടിച്ചൊരു പെൻസിൽ തന്റെ മകളുടെ കയ്യിൽ നിന്നും ഗൗതമിന് കിട്ടും. ആ ഒരു പെൻസിലും ബ്ലഡിന്റെ സാമ്പിളുമായിട്ട് ഗൗതം നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഈ ഒരു ബ്ലഡ് ആ മേരി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടേതാണോ എന്ന് കൺഫേം ചെയ്യുവാനും കൂട്ടുകാരനോട് പറഞ്ഞു. ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗൗതം അന്ന് DSPയുടെ വീട്ടിൽ ചെല്ലാത്തതിന്റെ ദേഷ്യം DSPക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് DSP ഗൗതമിനെ ഒരുപാട് വഴക്ക് പറയും. അതേസമയം തന്നെ ഗൗതം തനിക്കുണ്ടായ ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ഓർക്കുകയാണ്. സത്യത്തിൽ ഗൗതം ഇപ്പോൾ അനുഭവിക്കുന്നതിന് കാരണം എന്തെന്നാൽ, മുൻപ് റേപ്പിനിരയായ ഒരു പെൺകുട്ടി മൊഴി കൊടുക്കുവാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. തന്നോട് ഇങ്ങനെ ചെയ്തത് ഏത് വമ്പനായാലും അവനെതിരെ മൊഴി കൊടുക്കാൻ താൻ തയ്യാറാണെന്നും ആ പെൺകുട്ടി ധൈര്യമായി പറഞ്ഞു. പെൺകുട്ടിയെ മൊഴി കൊടുക്കുവാനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയത് ഗൗതമായിരുന്നു. ഗൗതമിനെ ഏൽപ്പിച്ചു വിട്ടത് DSPയും. എന്നാൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ആളുകൾ, ആ വലിയ ടീമാണെങ്കിൽ അവർ യാത്ര ചെയ്തിരുന്ന ഓട്ടോയെ ആക്സിഡന്റ് ആക്കുന്നു. ആ പെൺകുട്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പക്ഷേ ഗൗതം രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗൗതമിന്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് പെൺകുട്ടി മരണപ്പെട്ടു പോയത് എന്നൊരു പേര് ഗൗതമിന് കിട്ടി. ആ ഒരു പ്രശ്നത്തോടു കൂടി ഗൗതമിനെ എല്ലാവരും തരം താഴ്ത്തിയാണ് കാണുന്നതും. മറ്റൊരു വശത്ത് ഭാസ്കരന്റെ ചെറുമകന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ കുഞ്ഞിന് ഇതുവരെയും ബോധം വീണിട്ടില്ല. കാരണം കുഞ്ഞ് കോമയിലേക്ക് പോയിരിക്കുന്നു. തലയുടെ ഓപ്പറേഷൻ കഴിയുന്ന ചിലർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണെന്നും ഡോക്ടർ പറയുന്നുണ്ട്. കാരണം അത്രയ്ക്കും റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്നാൽ ഭാസ്കറിനത് താങ്ങാനായില്ല. ഈ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഏതോ ഒരു റേപ്പിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാസ്കരന് ചെയ്യേണ്ടി വന്നതും. അതെല്ലാം ഓർത്ത് കുറ്റബോധത്തോടെ കരയുകയാണ് ഭാസ്കരൻ. മറ്റൊരു വശത്ത് കാട്ടിൽ വിറക് വെട്ടാനായിട്ട് വന്ന ആളാണെങ്കിൽ തലയോടി കിടക്കുന്നതായിട്ട് കാണുന്നു. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കും. അന്ന് ഭാസ്കരൻ വന്ന് കത്തിച്ചിട്ട് പോയില്ലേ, അവിടെ നിന്നാണ് ഈ ഒരു പുക ഉയരുന്നതും മാത്രമല്ല തലയോട്ടിയും എല്ലിൻ കഷ്ണവും ഒക്കെ കണ്ടതും. പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ഏകദേശം ഒരു 10-12 വയസ്സ് പ്രായമുള്ള കുട്ടിയുടേതാണെന്നും സ്ഥിരീകരിച്ചു. മേരിയെ കാണാത്തത് കൊണ്ട് തന്നെ മേരിയുടേതാണോ അതെന്ന സംശയം പോലീസുകാർക്കുള്ളതും ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഹോസ്പിറ്റലിലിരുന്ന് ഭാസ്കരനും ആനന്ദിയും കാണുന്നു. നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന മട്ടിൽ ആനന്ദി ഭാസ്കരനെ നോക്കും. അതേ എന്ന മട്ടിൽ ഭാസ്കരനും തലകുനിക്കുകയാണ്. അതോടുകൂടി ഭാസ്കരന് കുറ്റബോധം താങ്ങാനായില്ല. ഭാസ്കരന്റെ ചെറുമകൻ കോമയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇനി ഹോസ്പിറ്റലിൽ വെച്ച് നോക്കേണ്ട കാര്യമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ടും ഡോക്ടർ പറയും. അതനുസരിച്ച് ഭാസ്കരനും ആനന്ദിയും കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് വന്ന സമയം തന്നെ കുട്ടിയെ കാണുവാനായിട്ട് എസ്തറും വരുന്നുണ്ട്. എസ്തർ ആണെങ്കിൽ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലേ, എന്നെ മകളായിട്ടല്ലേ അച്ഛൻ നിങ്ങൾ കാണുന്നത്, അതുകൊണ്ട് ഈ കാശ് വെച്ചേക്ക് എന്ന് പറഞ്ഞ് കുറച്ച് കാശ് ഭാസ്കരനെ ഏൽപ്പിക്കുന്നു. അതോടുകൂടി ഭാസ്കരനാണെങ്കിൽ കുറ്റബോധം താങ്ങാനായില്ല. മാത്രവുമല്ല, മേരിയുടെ വാർത്തയെല്ലാം ന്യൂസിൽ വരുന്നത് കൊണ്ട് തന്നെ അതൊന്നും താങ്ങാനാകാതെ എസ്തർ ആണെങ്കിൽ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായും ഒരുങ്ങുന്നു. അത് കണ്ടുകൊണ്ട് വരുന്നത് ഭാസ്കരനായിരുന്നു. ഭാസ്കരൻ എസ്തറിനെ രക്ഷിക്കും. എന്നിട്ട് പറയുന്നത്, മേരിയുടെ കാര്യമൊന്നും പുറത്തു വന്നില്ലല്ലോ, അവളാണെന്നും പറയുന്നില്ല, അത് സംശയമെന്നല്ലേ പറഞ്ഞുള്ളൂ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് എസ്തറിനെ സമാധാനിപ്പിക്കുന്നു. എസ്തർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും. അതോടുകൂടി ഭാസ്കറിന് വീണ്ടും കുറ്റബോധം താങ്ങാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഗൗതമിനെ കാണിക്കും. ഗൗതം സ്റ്റേഷനിൽ നിൽക്കുന്ന സമയം, അതും തന്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അവിടേക്ക് ഭാസ്കരൻ നടന്നു വരുന്നതായിട്ട് ഗൗതം കാണുന്നതും. ഗൗതം ഉടനെ തന്നെ ഭാസ്കരനടുത്തേക്ക് പോകും. എന്താ, എന്തു പറ്റി, നിങ്ങൾ എന്തിനാ സ്റ്റേഷനിലേക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, എൻ്റെ മനസാക്ഷി ഇതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭാസ്കരൻ പോകുവാനായി ഒരുങ്ങുന്നതും. അവിടെ നിൽക്ക്, എന്ത് കാര്യമാ, എന്നോട് തുറന്നു പറയേ, എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ പറയാമെന്നും ഗൗതം പറഞ്ഞിട്ട് ഭാസ്കരനെ അത് കേൾക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഭാസ്കരൻ നടന്ന കാര്യങ്ങളെല്ലാം ഗൗതമിനോട് തുറന്നു പറയും.
സോളമനെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ സോളമൻ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഭാസ്കരൻ സങ്കടപ്പെടും. ഭാസ്കരനാണെങ്കിൽ വല്ലാത്ത കുറ്റബോധത്തിൽ നിൽക്കുകയാണെന്ന് ഗൗതമിന് മനസ്സിലായി. കാരണം ഗൗതമും അങ്ങനെ ഒരു കുറ്റബോധത്തിലാണല്ലോ നിൽക്കുന്നത്. ഞാൻ അകത്ത് പോയി എല്ലാം ഏറ്റുപറയാൻ പോവുകയാണെന്ന് ഭാസ്കരൻ പറയുമ്പോൾ പറഞ്ഞിട്ടെന്തിനാ, ഒന്നുമാകാൻ പോകുന്നില്ല എന്നും ഗൗതം പറയുന്നു. കാരണം അതെന്തെന്ന് ഗൗതമിന് നന്നായിട്ട് അറിയാം. ആ ഒരു പെൺകുട്ടിയുടെ സംഭവം നടന്നില്ലേ, ഗൗതം ഒരു കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയി. അത് ആക്സിഡന്റ് അല്ല, പെൺകുട്ടിയെ റേപ്പ് ചെയ്തവരാണ് അങ്ങനെ ആക്സിഡന്റ് ആക്കിയതെന്ന് ഗൗതം ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട്, അതും DSPയോട് തുറന്നു പറഞ്ഞിട്ട് പോലും DSP ഇത് ആക്സിഡന്റ് ആക്കി തീർത്തു. ഇതിന് പിന്നിൽ വലിയ ടീമാണ് വർക്ക് ചെയ്തതെന്ന് ഗൗതമിന് നന്നായിട്ട് മനസ്സിലായി. മേരിയുടെ കേസും പറഞ്ഞ് ഭാസ്കരൻ ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഭാസ്കരൻ കുറ്റക്കാരനാകുമെന്നും ഗൗതമിന് നന്നായിട്ടറിയാം. നമുക്ക് തന്നെ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ഗൗതം പറയുന്നു. അപ്പോഴേക്കും ഭാസ്കരൻ തന്നെ വിളിച്ച ഒരു പ്രൈവറ്റ് നമ്പറിന്റെ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭാസ്കരനും ഗൗതമും നേരെ പോകുന്നത് ആ നമ്പറിന് പിന്നിലുള്ള ആളിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ ആ ഒരു പ്രൈവറ്റ് നമ്പർ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അതിന് പിന്നിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒറിജിനൽ നമ്പറിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തുകയാണ്. നാൻസി എന്ന പെൺകുട്ടിയുടെ പേരിലാണ് നമ്പർ രജിസ്റ്റർ ആയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നാൻസി ആരാണെന്ന് കണ്ടെത്തുവാനായിട്ടും അവർ തീരുമാനിക്കുന്നു. പോകുന്ന വഴിയിൽ ഭാസ്കരൻ ഒരു കാര്യം കൂടി പറയും. അന്ന് മേരിയെ കൊണ്ടുവന്ന സമയത്ത് മേരിയുടെ ദേഹത്ത് ഒരു തരത്തിലുള്ള സ്പിരിറ്റിന്റെ മണമുണ്ടായിരുന്നു. അത് സർജിക്കൽ സ്പിരിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർ മദ്യം കിട്ടാതെ വരുന്ന സമയത്ത് സർജിക്കൽ സ്പിരിറ്റ് കുടിക്കാറുണ്ട്. അങ്ങനെയുള്ള ആരോ ആണ് മേരിയുടെ റേപ്പിന് പിന്നിലെന്നും ഭാസ്കരൻ പറയുന്നു. അങ്ങനെ അവർ നേരെ പോകുന്നത് ഈ നാൻസി എന്ന് പറഞ്ഞ പെൺകുട്ടി ആദ്യം താമസിച്ചിരുന്ന ഒരു അഡ്രസ്സ് അതിൽ കൊടുത്തിരുന്നു. ആ അഡ്രസ്സിലേക്കാണ്. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നത് മറ്റൊരു ഫാമിലി ആയിരുന്നു. 2 വർഷം മുൻപ് ആ ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു. അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാ പഠിക്കാൻ പോയിരുന്നത്. പിന്നീട് അവൾ പോയതിനു ശേഷമാ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതെന്നും അവർ പറയുന്നു. നാൻസി പഠിച്ചിരുന്ന കോളേജ് കണ്ടെത്തി ഉടനെ തന്നെ ഗൗതമും ഭാസ്കരനും കോളേജിലെത്തും. 2 വർഷമായിട്ട് ആ കുട്ടി കോളേജിലും വരാറില്ല എന്നാണ് കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതും. അവളെ കാണുവാനായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ആന്റൺ എന്നൊരാള് അവളെ കാണാൻ വന്നിരുന്ന കാര്യം രജിസ്റ്ററിൽ നിന്ന് മനസ്സിലായി. ഉടനെ തന്നെ ആന്റൺ ആരാണെന്ന് കണ്ടുപിടിക്കുവാനായിട്ടും അവർ തീരുമാനിക്കുന്നു. അവരുടെ ഏരിയ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുത്തെ ചർച്ച് ഫാദറിനോട് ചോദിച്ചു നോക്കിയാലോ എന്ന്. നേരെ പോകുന്നത് സാമുവൽ എന്ന ചർച്ച് ഫാദറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. മേരിയെ കാണാതായതിന്റെ കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും ഗൗതം പറയുന്നു. അതേ സമയത്തായിരുന്നു ഈ ചർച്ച് ഫാദറിനടുത്ത് ഒപ്പിടുവാനായിട്ട് ഒരു സ്ത്രീ ഒരു പേപ്പറുമായി വരുന്നതും. എന്നാൽ ഫാദർ അതിൽ ഒപ്പുവെച്ചത് ആന്റൺ സാമുവൽ എന്ന പേരായിരുന്നു. അത് കണ്ട് ഗൗതമും ഭാസ്കരനും ഞെട്ടിപ്പോകും. ഫാദറിന്റെ പേര് ആന്റൺ സാമുവൽ എന്നാണ്. അതോടെ ഗൗതമിനും ഭാസ്കരനും ഫാദറിന് നല്ല സംശയമായി. ആ രീതിയിലാണ് പിന്നീടുള്ള ചോദ്യം ചെയ്യലെല്ലാം. അതേസമയമായിരുന്നു ഫാദറിന്റെ ഫോൺ റിങ് ചെയ്യുന്നതും. ഒറിജിനൽ ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കൂടി ഫാദറിനുണ്ട്. അത് രഹസ്യമായൊരു ഫോണായിരുന്നു. ഇതെന്താ ഫാദർ, 2 ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെന്റെ പേഴ്സണൽ ഫോണും ഒന്ന് ചർച്ചിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണെന്നും സാമുവൽ പറയുന്നു. നിങ്ങൾക്ക് നാൻസി അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഞാൻ മുൻപൊരു ചർച്ചിൽ നിന്ന സമയത്ത് അവിടെ ഈ നാൻസി ഉണ്ടായിരുന്നു. നാൻസി ഒരു പാവം പെൺകുട്ടിയാ. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. അവൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളെ കോളേജിൽ പോയി ഞാൻ കാണാറുണ്ടായിരുന്നുവെന്നും സാമുവൽ പറയുന്നു. വേറൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഗൗതമും ഭാസ്കരനും അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു അവിടുത്തെ ഷെൽഫില് സർജിക്കൽ സ്പിരിറ്റ് ഇരിക്കുന്നത് ഭാസ്കരൻ കാണുന്നതും. ദേ നോക്ക് സാറെന്ന് പറഞ്ഞ് ഗൗതമിനെ അതെടുത്ത് കാണിക്കും. ഉടനെ ദേഷ്യമെന്ന ഗൗതമാണെങ്കിൽ ഫാദറിന് 2 കൊടുത്തിട്ട്, സത്യം പറ, മേരിയെ കാണാതായതിന് പിന്നിൽ നീയല്ലേ? ഈ സർജിക്കൽ സ്പിരിറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് മറുപടിയായിട്ട് ഫാദർ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. എനിക്കിവിടെ നിന്ന് മദ്യമൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ഈ സർജിക്കൽ സ്പിരിറ്റാ കുടിക്കുന്നത്. എനിക്കിതെല്ലാം കൊണ്ടു തന്നത് രഘുവാണെന്നും കൂടി പറയുന്നു. മാത്രമല്ല വേറൊരു പ്രശ്നവും വരണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതൊന്നും അന്ന് തുറന്നു പറയാതിരുന്നത്. അന്നേ ദിവസം രാത്രി മേരിയെ കാണാതായ ദിവസം മേരിയുടെ വീട്ടിൽ നിന്നും രഘു ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണ് പ്രശ്നമെന്നൊന്നും എനിക്കറിയത്തില്ല. വലിയ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഇതൊന്നും തുറന്നു പറയാത്തതെന്നും ഫാദർ പറയുന്നു. മാത്രവുമല്ല സർജിക്കൽ സ്പിരിറ്റ് ഫാദറിന് സപ്ലൈ ചെയ്യുന്നത് രഘു ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സംശയം രഘുവിലേക്കായി. അങ്ങനെ ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥന് ഗൗതം അറിയിക്കുകയും അടുത്ത ദിവസം തന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും രഘുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. രഘുവിന്റെ ഫോണൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ നിറയെ മേരിയുടെ ഫോട്ടോയായിരുന്നു ഉണ്ടായിരുന്നതും.
ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയമെല്ലാം ഈ രഘു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മേരിയെ നോക്കും. അവൾ അറിയാതെ തന്നെ അവളുടെ ഫോട്ടോയും എടുക്കും. സൈക്കിളിൽ നിന്ന് വീണ സമയത്ത് മേരിയുടെ കൈയൊക്കെ പിടിച്ച് തടവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും മേരിയെ വല്ലാത്ത രീതിയിലാണ് രഘു നോക്കുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന രഘുവിനെയാണ്. DSPയോട് SI ആണെങ്കിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചുവെന്നും SI പറയുന്നു. രഘുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതോടുകൂടി രഘുവിനെ കുറിച്ച് നാട്ടുകാരെല്ലാം മോശമായിട്ടാണ് സംസാരിക്കുന്നതും. ഇതുവരെയും കാണാതായ പെൺകുട്ടികളുടെ പാരന്റ്സ് എല്ലാം സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. രഘുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ് പാരന്റ്സിനെയൊക്കെ പോലീസുകാർ അവിടെ നിന്ന് പറഞ്ഞുവിടും. എന്നാൽ മറ്റൊരു വശത്ത് ഭാസ്കരനും ആനന്ദിയും തന്റെ ചെറുമകനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇതിനിടയിൽ വെച്ച് ഭാസ്കരന്റെ വീടിന്റെ പണിയൊക്കെ നടക്കുകയായിരുന്നു. കാശില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഭാസ്കരന് എസ്തറിന്റെ മുഖം കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ കുറ്റബോധം താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് എത്രയും വേഗം വീടൊക്കെ ശരിയാക്കി അങ്ങോട്ട് മാറുന്നതും. പോകുവാനായിട്ട് സാധനങ്ങളെല്ലാം പറക്കി വെക്കുന്ന സമയം എന്നെ വിട്ടിട്ട് നിങ്ങളും കൂടി പോവുകയാണെന്ന് എസ്തർ ചോദിക്കും. അത് എപ്പോഴും അവനെ ആ സ്റ്റെപ്പ് കയറി കൊണ്ടുപോകുന്നതൊക്കെ പാടായത് കൊണ്ടാണ് ഞങ്ങൾ സ്വന്തം വീട് റെഡിയാക്കി പോകുന്നത്. അടുത്താണല്ലോ, എപ്പോൾ വേണമെങ്കിലും നിനക്കങ്ങോട്ട് വരാമല്ലോ എന്നും എസ്തറിനോട് ഭാസ്കരൻ പറയുന്നു. സത്യത്തിൽ എസ്തറിന്റെ മുഖം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഭാസ്കരനും ആനന്ദിയും അവിടുന്ന് താമസം മാറി പോകുന്നതും. അങ്ങനെ അവർ അവരുടെ പുതിയ വീട്ടിലെത്തി. അന്നേ ദിവസം രാത്രി തന്നെ എസ്തർ ആണെങ്കിൽ ഭാസ്കരനെ കാണുവാനായിട്ട് വരും. അച്ഛാ, എനിക്ക് കുറച്ച് സത്യങ്ങൾ അച്ഛനോട് തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞ് എസ്തർ കുറച്ച് കാര്യങ്ങൾ പറയുവാനായും ആരംഭിക്കുന്നു. അന്ന് മേരിയെ കാണാതായ ദിവസം അവൾ എസ്തറിനൊപ്പം ചർച്ചിൽ പോയിരുന്നില്ല. എസ്തർ മാത്രമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും. മേരി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കഥ പറയുവാനായും ആരംഭിക്കുന്നത്. സത്യത്തിൽ ഈ എസ്തറിനാണെങ്കിൽ പണ്ടൊരു പ്രണയമുണ്ടായിരുന്നു. എസ്തറിന്റെ കാമുകൻ മറ്റാരുമല്ല, ട്യൂഷൻ ടീച്ചറായ രഘു ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കാസ്റ്റ് രണ്ടായതുകൊണ്ട് തന്നെ എസ്തറിന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ രണ്ടുപേരും ഒളിച്ചോടി പോവുകയും വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കുവാനായും ആരംഭിച്ചു. ഈ ഒരു കാര്യം എസ്തറിന്റെ വീട്ടുകാരറിഞ്ഞു. അവരാണെങ്കിൽ ഉടനെ തന്നെ ഇവരെ കണ്ടുപിടിച്ചെത്തുകയും രഘുവിനെ തല്ലിച്ചതയ്ക്കുകയും എസ്തറിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. എന്നിട്ട് എസ്തറിനെ സോളമനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. പക്ഷേ സോളമനാണെങ്കിൽ ഒരു മുഴുകുടിയനാണ്. ഒരു ഭാര്യ എന്ന രീതിയിലൊന്നും എസ്തറിനെ കണ്ടിട്ടേയില്ല. എസ്തറിനും സോളമനെ ഇഷ്ടമേ അല്ല. എസ്തറിന് ഇഷ്ടമല്ലെങ്കിലും അവളോട് ക്രൂരമായിട്ട് ഫിസിക്കൽ റിലേഷനിലൊക്കെ ഏർപ്പെടുവാനായിട്ട് സോളമൻ ശ്രമിക്കും. അങ്ങനെ ഇരിക്കെ എസ്തർ പ്രഗ്നന്റ് ആവുകയാണ്. എസ്തറിനാണെങ്കിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയാ. കാരണം അത്രയ്ക്ക് ദ്രോഹിയാണ് ഈ സോളമൻ. ഒരു ദിവസം സോളമന് സുഖമില്ലാതായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സോളമന് ചില ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്താണ് സോളമൻ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് എസ്തറിന്റെ കയ്യിൽ കിട്ടുന്നതും. അതോടുകൂടി എസ്തറിനൊരു കാര്യം മനസ്സിലായി. തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ രഘു ആണെന്നും. എന്നാൽ ഇതൊന്നും അവൾ പുറത്ത് കാണിക്കത്തേയില്ല. ആദ്യമൊക്കെ എസ്തർ മരിക്കുവാനായി തീരുമാനിക്കുമെങ്കിലും കുഞ്ഞിനു വേണ്ടിയിട്ട് ജീവിക്കണമെന്നും അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് മേരി. മേരി അവൾ നന്നായിട്ട് വളർത്തും. മേരി കരുതിയിരിക്കുന്നത് തന്റെ അച്ഛൻ സോളമൻ ആണെന്നാണ്. പക്ഷേ സത്യം എന്താണെന്ന് എസ്തർ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് തന്റെ ഫാമിലി എന്ന് കരുതി എസ്തർ ആണെങ്കിൽ അങ്ങനൊരു ജീവിതം ജീവിക്കുവാനായും തുടങ്ങി. ആ സമയത്തായിരുന്നു രഘു ആ നാട്ടിലെ സ്കൂളിൽ സാറായിട്ട് വരുന്നതും. രഘു അവിടെ വെച്ച് എസ്തറിനെ കാണുന്നു. എസ്തറിന്റെ കുട്ടിയും കാണുകയാണ്. ആദ്യമൊക്കെ രഘു കരുതിയിരുന്നത് അത് സോളമന്റെ കുട്ടിയാണെന്ന. എന്നാൽ കുട്ടിയുടെ പെരുമാറ്റവും രൂപവും ഒക്കെ കണ്ടിട്ട് തന്റെ കുട്ടിയാണതെന്ന് രഘുവിന് മനസ്സിലായി. ആ ഒരു കാര്യമെന്ന് എസ്തറിനോട് ചോദിക്കുമ്പോൾ അവളും അത് സമ്മതിക്കുന്നു. നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അയാൾക്കൊപ്പം ജീവിക്കുന്നത്? ഇത് എന്റെ കുഞ്ഞല്ലേ, നമുക്ക് 3 പേർക്കും ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നും രഘു പറയുന്നു. എന്നാൽ എസ്തർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നതേയില്ല. എന്നാൽ എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാനായിട്ടും രഘു പറയുമ്പോഴോ അതും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് എസ്തർ വല്ലാതെ ബഹളമുണ്ടാക്കുന്നു. രഘുവിനാണെങ്കിൽ തന്റെ കുഞ്ഞിനൊപ്പം സമയം ചിലവഴിക്കണം. അതിനായിട്ട് രഘു കണ്ടെത്തിയ ഐഡിയ ആയിരുന്നു ട്യൂഷൻ പഠിപ്പിക്കൽ. എന്റെ അടുത്തേക്ക് ട്യൂഷൻ പഠിക്കുവാനായിട്ട് മേരിയെ പറഞ്ഞു വിടണമെന്നും രഘു പറയുന്നു. അങ്ങനെയാണ് മേരി രഘുവിനടുത്ത് ട്യൂഷൻ പഠിക്കുവാനായി എത്തിയതും. രഘു മേരിയെ മോശമായിട്ട് തൊടുന്നത് പോലെയൊക്കെ കാണിക്കുമെങ്കിലും സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയാണ് എപ്പോഴും രഘു മേരിയെ തൊട്ടിട്ടുള്ളതും മേരിയോട് പെരുമാറിയിട്ടുള്ളതും. തന്റെ മകളായതുകൊണ്ടാണ് ആരും അറിയാതെ മേരിയുടെ ഫോട്ടോയൊക്കെ രഘു എടുക്കുന്നതും. ഇവിടെ എസ്തർ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു വശത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഗൗതം. ഗൗതമാണെങ്കിലോ ജയിലിൽ കിടക്കുന്ന രഘുവിനെ കാണും. ദേഷ്യത്തോടു കൂടി രഘുവിനടുത്തെത്തിയിട്ട് നിനക്ക് എങ്ങനെയാടാ ആ മേരിയോടും ബാക്കിയുള്ള കൊച്ചു കുട്ടികളോടുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് ചോദിക്കുന്നു. ആരോട് ഞാൻ അങ്ങനെ ചെയ്തെന്ന്? ഞാൻ ആരോടും മോശമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മേരിയെ ഞാൻ എങ്ങനെ റേപ്പ് ചെയ്യാനാ? അത് എന്റെ മകളാ സാറേ. ഞാൻ എന്റെ സ്വന്തം മകളോട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് രഘു പൊട്ടിക്കരയുന്നു. അതോടുകൂടി ഗൗതം ഷോക്കായി പോകും.
അതിനുശേഷം വീണ്ടും എസ്തറിനെ കാണിക്കുകയാണ്. എസ്തർ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുവാനായും ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എസ്തറിനെ കാണുവാനായിട്ട് രഘു വരും. മേരിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം രഘു സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് 3 പേർക്കും വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് രഘു അവളെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. രഘു സംസാരിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഇതെല്ലാം മേരി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മേരി അതെല്ലാം കേട്ടു എന്നത് എസ്തറിന് മനസ്സിലായി. എസ്തർ മേരിയോട് സംസാരിക്കുവാനായി ശ്രമിക്കുമെങ്കിലും മേരി മിണ്ടാനൊന്നും കൂട്ടാക്കുന്നില്ല. ഞാൻ എങ്ങനെയാ അത് നിന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ? നിനക്ക് എന്ത് പറഞ്ഞാലാ മനസ്സിലാകുന്നത് എന്നൊക്കെ എസ്തർ മേരിയോട് പറയും. എന്നാൽ മേരി പറയുന്നത്, ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് അച്ഛനാണ് മോശമെന്ന, പക്ഷെ അല്ല, അമ്മയാണ് മോശമെന്ന് അവൾ തുറന്നു പറയും. അത് കേട്ടതും എസ്തറിന് താങ്ങാനായില്ല. എസ്തർ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അന്നേ ദിവസം പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന ദിവസമാണ്. ആ ദിവസമായിരുന്നു മേരിയെ കാണാതായതും. മേരി പറഞ്ഞതിന്റെ ഷോക്കിലാണ് അന്ന് എസ്തർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതും. എസ്തർ നേരെ പോയത് ചർച്ചിലേക്കാണ്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എസ്തർ. എന്നാൽ മറ്റൊരു വശത്ത് ഗൗതമിനോട് രഘുവും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണല്ലോ. രഘു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും സോളമനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും എസ്തറിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ചിന്തിച്ച് സോളമനെ കാണുവാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു സോളമൻ വെപ്രാളത്തിൽ നിൽക്കുന്നതും. രഘുവിനെ അവരുടെ വീടിന് മുന്നിൽ കണ്ടതും രഘുവാണ് മേരിയെ റേപ്പ് ചെയ്തതെന്ന് സോളമൻ കരുതി. സോളമൻ രഘുവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നാൽ സോളമനെ പിടിച്ച് തള്ളി മാറ്റുവാനായി നോക്കിയതും സോളമൻ കാല് തന്നെ അതിനു മുകളിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെട്ടു. പക്ഷേ ഇതൊന്നും ഭാസ്കരൻ അറിയുന്നുണ്ടായിരുന്നില്ല. പട്ടി കുരച്ച ഉടനെ തന്നെ രഘു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. രഘു അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് അന്ന് സാമുവൽ ഫാദർ കണ്ടതും. ഈ കാര്യങ്ങളെല്ലാം രഘു തുറന്നു പറയും. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഗൗതം, നീ എന്തിനാ പോലീസുകാരോട് എല്ലാ കുറ്റവും നീയാണ് ചെയ്തതെന്ന് സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ സത്യങ്ങളെല്ലാം എസ് ഐ സാറിനോട് തുറന്നു പറഞ്ഞതാ. എന്നാൽ എസ് ഐ സാർ പറഞ്ഞത് ഇതെല്ലാം പുറത്തു വന്നാൽ നിന്റെ കാമുകയായ എസ്തറിനും മേരിക്കുമാണ് നാണക്കേട്. മേരിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നീ ഇതുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അവർക്കാർക്കും വരെ പ്രശ്നം വരില്ല എന്നും എസ് ഐ സാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കേസെല്ലാം ഞാൻ ഏറ്റെടുത്തതെന്നും രഘു പറയും. പോലീസുകാരാണെങ്കിൽ രഘുവിന്റെ മുകളിൽ കുറ്റം ചുമത്തിയിട്ട് രഘുവിനെ അകത്താക്കുവാനുള്ള പ്ലാനാണെന്നും ഗൗതമിന് മനസ്സിലായി. രഘു അതെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. രഘു ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കാം ഇതിന് പിന്നിലെന്ന് ഗൗതമും ഭാസ്കരനും ചിന്തിക്കും. ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതം ചിന്തിക്കുകയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞൊരു കാര്യം ഗൗതമിന് ഓർമ്മ വരും. പവിത്രയുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് ഫാദർ അങ്ങനെ ഒരു വാക്യം പറഞ്ഞത്. എന്തെന്നാൽ അച്ഛനും അമ്മയും ചെയ്യുന്ന തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് മക്കളാണെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ഫാദർ അങ്ങനെ പറഞ്ഞെന്ന് ചിന്തിച്ച ഗൗതം ഉടനെ തന്നെ ഫാദറിനെ കാണുവാനേയും പോകും. പവിത്രയുടെ കേസിന്റെ കാര്യത്തില് ഫാദർ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു കാര്യം ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഈ പവിത്രയുടെ അമ്മയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുട്ടിയാണ് പവിത്ര. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു കാര്യം ഞാൻ മുമ്പേ അറിഞ്ഞതാ. അത് വലിയ വിഷയമാകണ്ട എന്ന് കരുതിയ ഞാൻ ആരോടും പറയാതിരുന്നതെന്നും ഫാദർ പറയുന്നു. ഉടനെ തന്നെ ഗൗതം നേരെ പോകുന്നത് പവിത്രയുടെ വീട്ടിലേക്കാണ്. പവിത്രയുടെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. ഗൗതം പവിത്രയുടെ അമ്മയോട് ചോദിക്കും, സത്യത്തിൽ പവിത്രയുടെ അച്ഛൻ നിങ്ങൾക്കൊപ്പമുള്ള ആൾ തന്നെയാണോ, അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അത് കേട്ട് പവിത്രയുടെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുമെങ്കിലും ഗൗതം ഒരു കാര്യം കൂടി പറയും. ഇതുവരെയും കാണാതായ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളൊന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് തെളിയിക്കാനുള്ള ഒരു വഴിയായിരിക്കും തുറന്നു കിട്ടുന്നതെന്നും ഗൗതം പറയുമ്പോൾ അവരാണെങ്കിൽ സത്യം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. അവരുടെ ഭർത്താവിന്റെ കുഞ്ഞല്ല സത്യത്തിൽ പവിത്ര, അവരുടെ കാമുകന്റെ കുഞ്ഞാണെന്നും അവർ സമ്മതിക്കും. ഗൗതം ഈ കാര്യങ്ങളൊക്കെ ഭാസ്കരനോട് പറയും. ഇതുവരെ കാണാതെ പോയ 3 കുട്ടികൾക്കും പിന്നിൽ ഇതുപോലെ എന്തൊക്കെയോ ഉണ്ട്. മേരിയും അവരുടെ ഭർത്താവിന്റെ കുഞ്ഞല്ല, അവരുടെ കാമുകന്റെ കുഞ്ഞാണ്. അതുപോലെ തന്നെ പവിത്രയും രേണുവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കാം കടത്തിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നുകളയുന്നതും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള ആരോ ആയിരിക്കാം ഇതിന് പിന്നിലെന്നുമൊക്കെ ഗൗതം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ടി വിയിൽ ന്യൂസ് കാണിക്കുന്നതും. ന്യൂസിൽ പറയുന്നത് അന്ന് കണ്ടെത്തിയ ആ ഒരു എല്ലിൻ കഷ്ണമൊന്നും മേരിയുടേതല്ല, അത് മറ്റേതോ ആൺകുട്ടിയുടേതാണെന്നും ന്യൂസിൽ പറയുന്നു. അതോടുകൂടി ഗൗതമാണെങ്കിൽ ഭാസ്കരനെ നോക്കുകയാണ്. എന്തെന്നാൽ മേരിയുടെ ഡെഡ് ബോഡി അപ്പോൾ എവിടെ പോയി എന്ന ചോദ്യമായിരുന്നു ഗൗതമിന്. ഭാസ്കരൻ തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. അന്ന് ഭാസ്കരൻ പ്രൈവറ്റ് നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞ സ്ഥലത്തേക്ക് മേരിയുടെ ഡെഡ് ബോഡിയുമായി എത്തിയിരുന്നു. പക്ഷേ അതിനു മുൻപായിട്ട് ഭാസ്കരൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ എല്ലിൻ കഷ്ണമൊക്കെ ഒപ്പിച്ചെടുത്തു. വേറൊരു ആവശ്യത്തിൽ നിന്ന് കള്ളം പറഞ്ഞിട്ടാണ് ആ ഒരു എല്ലിൻ കഷ്ണവുമായിട്ട് പോകുന്നതും. എന്നിട്ട് അവിടെ എത്തിയിട്ട് പ്രൈവറ്റ് നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞതുപോലെ അയാളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡ് ബോഡി കത്തിച്ചു. പക്ഷേ ഡെഡ് ബോഡിക്ക് മുകളിലായിട്ട് എന്തോ പുരട്ടിയിട്ടാണ് തീയിട്ടതും. തീ കത്തി
കോളും കട്ടായ സമയം തന്നെ ആ ഒരു തുണി എടുത്ത് മാറ്റിയിട്ട് മേരിയുടെ ഡെഡ് ബോഡി അവിടെ നിന്നും വീണ്ടും കൊണ്ടുപോയത് വേറെ എങ്ങോട്ടുമല്ല, ഭാസ്കരൻ ഒരു കട ആരംഭിക്കുവാനായിട്ടിരുന്നല്ലോ, ഒരു മെഡിക്കൽ ഷോപ്പ്. അതേ കടയിൽ വലിയൊരു ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ട് അതിനുള്ളിലാണ് മേരിയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. ഭാസ്കരൻ ഗൗതമിനോട് അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു പ്രൈവറ്റ് നമ്പറിൽ നിന്നും വീണ്ടും കോള് വരുന്നത്. ഡെഡ് ബോഡി കത്തിച്ചുവെന്ന് നീ എന്നെ പറ്റിച്ചുവല്ലേ, നീ നോക്കിക്കോ, ഞാൻ ഏത് എക്സ്ട്രീം വരെയും പോകുമെന്നും അയാൾ വെല്ലുവിളിക്കും. നീ എന്ത് വേണോ ചെയ്തോ എന്ന് ഭാസ്കരനും തിരിച്ചു പറയുന്നു. അതോടുകൂടി അയാൾ കോള് കട്ട് ചെയ്ത് കളയും. അയ്യോ, അങ്ങനെ പറയണ്ടായിരുന്നുവെന്ന് പിന്നീട് ഭാസ്കരന് തോന്നുന്നു. അങ്ങനെ അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവൻ പ്രതികാരം വീട്ടുവാനായിട്ട് അടുത്തൊരു പെൺകുട്ടിയെ കടത്തും. സാധാരണ പെൺകുട്ടികളെല്ലാം കടത്തുന്നത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്തല്ലേ. നമ്മുടെ നാട്ടില് ഇന്ന് ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ എന്തായാലും അടുത്തൊരു കുട്ടിയെ പൊക്കും. അതിനു മുൻപായിട്ട് അവനെ പിടികൂടണമെന്നും ഭാസ്കരനും ഗൗതമും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ്. ഭാസ്കരൻ എവിടെ പോയാലും അയാൾക്കൊപ്പം ഈ ജാക്കിയും പോകാറുള്ളത് പതിവായിരുന്നു. അങ്ങനെ ജാക്കിയും അവർക്കൊപ്പം പോവുകയാണ്. അങ്ങനെ അവിടെ മുഴുവൻ അന്വേഷിക്കും. സംശയം തോന്നുന്ന എല്ലാവരെയും പൊക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് ആരെയും തന്നെ കണ്ടുപിടിക്കുവാനായും കഴിയുന്നില്ല. അതേ സമയമായിരുന്നു വീണ്ടും അമ്പലത്തിൽ വെച്ച് ഭാസ്കരനൊരു കോൾ വരുന്നത്. എന്താ എന്നെ കാത്ത് രണ്ടുപേരും കൂടി അമ്പലത്തിൽ നിൽക്കുകയാണോ? നിങ്ങൾ എന്താ കരുതിയത് ഞാൻ ഇന്ന് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ നിന്നൊരു കുട്ടിയെ കടത്തുമെന്നോ? പക്ഷേ ഇല്ല, ഞാൻ വേറൊരാളെ കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അയാൾ പറയുന്നു. അപ്പോഴായിരുന്നു ഗൗതമിനെ തന്റെ ഭാര്യ വിളിക്കുന്നതും. നമ്മുടെ മോളിവിടെ കളിച്ചുകൊണ്ട് നിന്നതാ, അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യ കരയുവാനെയും ആരംഭിച്ചു. അതെ, നിന്റെ കൂടെ നിൽക്കുന്ന പോലീസുകാരന്റെ മകളെ തന്നെയാ ഞാൻ പൊക്കിയതെന്നും പ്രൈവറ്റ് നമ്പറിൽ വിളിച്ച ആൾ പറയും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? കുട്ടിയെ ഒന്നും ചെയ്യരുതെന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മേരിയുടെ ഡെഡ് ബോഡി എന്നെ ഏൽപ്പിക്കണം, എന്നാൽ ആ കുട്ടിയെ ഞാൻ വെറുതെ വിട്ടു തരാമെന്നും അയാൾ പറയുന്നു. ഡെഡ് ബോഡി കൊടുക്കുവാനായിട്ടും ഭാസ്കരനും തീരുമാനിക്കും. അങ്ങനെ അവർ ഡെഡ് ബോഡി വെച്ചിട്ടുള്ള ആ ഒരു കടയിലേക്ക് എത്തുകയാണ്. പക്ഷെ ചെല്ലുമ്പോഴോ ഷട്ടറിന്റെ ലോക്കൊക്കെ ആരോ അടിച്ച് തകർത്തിരിക്കുന്നു. ഷട്ടർ തുറന്ന് അകത്ത് ഫ്രിഡ്ജും ഓപ്പണാക്കി നോക്കുമ്പോൾ അവിടെയാണ് ട്വിസ്റ്റ്. എന്തെന്നാൽ മേരിയുടെ ഡെഡ് ബോഡി അവിടെയില്ല, ആരോ കൊണ്ടുപോയിരിക്കുന്നു. അയാൾ തന്നെ ആയിരിക്കുമോ ഈ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് ഭാസ്കരൻ ഗൗതമിനോട് ചോദിക്കുമ്പോൾ അയാളാകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ വീണ്ടും ഡെഡ് ബോഡി ചോദിച്ചെന്തിന് നിങ്ങളെ വിളിക്കണമെന്ന് ഗൗതം പറയുന്നു. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമെങ്കിലും അയാൾ വീണ്ടും വിളിക്കുന്ന സമയത്ത് ബോഡി ഞങ്ങൾ കൊണ്ടുവരാമെന്ന് ബോഡി കയ്യിലുള്ളതുപോലെ തന്നെ സംസാരിക്കുന്നു. പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചാൽ ഭാസ്കരനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വരണം. ആ പോലീസുകാരൻ വല്ലതും കൂടെ വരുന്നുണ്ടെങ്കിൽ അയാളുടെ മകളെ ഞാൻ കൊല്ലുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് തന്നെ മേരിയുടെ ഡെഡ് ബോഡിയുമായിട്ട് വരാമെന്നും പറയും. അങ്ങനെ ഭാസ്കരൻ നേരെ തന്റെ വീട്ടിൽ പോയി ഒരു വാഴ വെട്ടിയിട്ട് വാഴത്തടയെ ഡെഡ് ബോഡി പോലെ തോന്നിപ്പിക്കും വിധം പൊതിഞ്ഞെടുത്തിട്ട് തന്റെ അരയിൽ ഒരു കത്തിയും ഒളിപ്പിച്ചു വെക്കും. അത് കയ്യിൽ ഏൽപ്പിക്കുന്ന സമയം തന്നെ കത്തി ഊരി കുത്തണം എന്നായിരുന്നു ഭാസ്കരന്റെ തീരുമാനവും. പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ജാക്കിയും കൂടെ കാറിൽ കയറുന്നുണ്ട്. പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിക്കുന്ന ആൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഭാസ്കരൻ എത്തുകയാണ്. അവിടെ ഭാസ്കരനെ കാത്ത് മുഖമൊക്കെ മറച്ച രീതിയിൽ കൊലയാളി നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഭാസ്കരന്റെ ലൈവ് ലൊക്കേഷനൊക്കെ ഗൗതം സെൻഡ് ചെയ്ത് വാങ്ങിയിരുന്നു. എന്നിട്ട് ഗൗതം നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. തന്റെ മകളെയാണ് അയാൾ കടത്തിക്കൊണ്ട് പോയതെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് ഗൗതം കരയുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ഗൗതം പറഞ്ഞ ആ ഒരു ലൈവ് ലൊക്കേഷൻ അടിസ്ഥാനമാക്കി അവിടെ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. മറ്റൊരു വശത്ത് ഭാസ്കരനാണെങ്കിലോ താൻ ഡെഡ് ബോഡി പോലെ പൊതിഞ്ഞു കൊണ്ടുവന്ന ആ ഒരു വാഴത്തട കൊലയാളിയുടെ കയ്യിൽ ഏൽപ്പിക്കാനായി വരുന്ന സമയം തന്നെ കത്തിയെടുത്ത് കുത്തുവാനായി ഒരുങ്ങുമ്പോൾ അയാൾ കയ്യിൽ കയറി പിടിക്കും. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. എന്നാൽ ഭാസ്കരനാണെങ്കിലോ ഒരുവിധം ആ കൊലയാളിയെ അടിച്ചിട്ടിട്ട് കാറിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ ഗൗതമിന്റെ മകളിരിക്കുന്നു. മകളെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു കൊലയാളി വീണ്ടും വന്ന് ഭാസ്കരനെ ഒരുപാട് ഉപദ്രവിക്കുന്നതും. ഭാസ്കരൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊലയാളിയുടെ മുഖത്ത് തുണി അഴിച്ചു മാറ്റുന്നു. അപ്പോഴാണ് ആളിനെ നമുക്ക് കാണിക്കുന്നതും. അത് മറ്റാരുമല്ല, പവിത്രയുടെ അച്ഛനാണ്. അയാൾക്ക് നമുക്ക് പ്രഭു എന്ന് പേര് കൊടുക്കാം. നീയാണോ ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് ഭാസ്കരൻ ഞെട്ടിപ്പോകുന്നു. അതേ സമയമായിരുന്നു ഭാസ്കരന്റെ ലൈവ് ലൊക്കേഷൻ നോക്കി ഗൗതമും കൂട്ടരും അവിടേക്ക് വരുന്നതും. ഭാസ്കരന്റെ അടുത്ത് എത്താറായതും ലൈവ് ലൊക്കേഷൻ കട്ടായി. അതുകൊണ്ട് തന്നെ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി അവരവിടെയൊക്കെ അന്വേഷിക്കുവാനായും ആരംഭിക്കുന്നു. പ്രഭുവാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ ഭാസ്കരനാണെങ്കിൽ ഉടനെ തന്നെ തന്റെ കാറിനടുത്തേക്ക് പോയിട്ട് ഗൗതമാണെങ്കിൽ ഭാസ്കരന്റെ കയ്യിൽ ഒരു വലിയ ടോർച്ച് ഏൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതെടുത്ത് ആകാശത്തേക്ക് അടിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാസ്കരൻ ചെയ്യുന്നു. ഭാസ്കരൻ എവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഗൗതമിനും കൂട്ടർക്കും മനസ്സിലായി.
നീ എന്തിനാ മേരിയോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് പ്രഭു തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. ഈ പ്രഭു മുൻപേ മേരിയെ നോട്ടമിട്ടതാ. അന്ന് മേരിയും എസ്തറും തമ്മിൽ വഴക്കുകൂടിയ സമയത്ത് എസ്തർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ പ്രഭു നോക്കി വെച്ചിരുന്നു. എസ്തറും സോളമനും വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയ സമയം തന്നെയായിരുന്നു പ്രഭു അവിടേക്ക് വന്നതും കുട്ടിയെ റേപ്പ് ചെയ്തതും. അതിനുശേഷം കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാനായി ഒരുങ്ങുന്ന സമയമായിരുന്നു ജാക്കി അവിടെ കിടന്ന് വല്ലാതെ ബഹളം വെച്ചതും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഡെഡ് ബോഡിയും കൊണ്ട് അവിടെ നിന്ന് പോകാനായില്ല. കുട്ടിയെ തിരികെ കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ടാണ് പ്രഭു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്ന സോളമൻ അപ്പോഴാണ് അവിടെ ബോധമറ്റ് കിടക്കുന്ന മേരിയെ കണ്ടതും മേരിയും കൊണ്ട് ഭാസ്കരന്റെ റൂമിലേക്ക് വന്നതും. അതെല്ലാം കേട്ട ഭാസ്കരൻ ദേഷ്യം വന്ന് പ്രഭുവിനെ തല്ലുന്നു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ ഈ പ്രഭുവാണെങ്കിലോ ഭാസ്കരനെ അടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു തൊളികൊണ്ടിലേക്ക് ഭാസ്കരന്റെ തല മുക്കിവെക്കും. അതോടുകൂടി ശ്വാസം കിട്ടാതെ പിടയുകയാണ് ഭാസ്കരൻ. എന്നാൽ ഇതെല്ലാം ജാക്കി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാക്കിയുടെ മനസ്സിൽ ഒരു ഓർമ്മ വരും. എന്തെന്നാൽ ഒരു പെരുമഴ സമയത്ത് ഇതുപോലൊരു തൊളിക്കൊണ്ടിൽ നിന്നാണ് ഭാസ്കരന് ജാക്കിയെ കിട്ടിയതും. ഭാസ്കരൻ അന്നു മുതൽ സ്നേഹത്തോടെ തന്റെ മകനെ പോലെയാണ് ജാക്കിയെ വളർത്തിയതും. അതെല്ലാം ഓർത്തുകൊണ്ട് നിന്ന ആ ഒരു നായ്ക്കുട്ടി ഉടനെ തന്നെ ഓടി പ്രഭുവിനെ കടിക്കുന്നു. എന്നാൽ പ്രഭു ആണെങ്കിലോ ഭാസ്കരന്റെ പിടിവിട്ടിട്ട് ജാക്കിയെ എടുത്ത് മരത്തിലേക്ക് അടിക്കും. അതോടുകൂടി ജാക്കി തറയിൽ വീഴുന്നു. എന്നിട്ടും അയാൾ നിർത്തിയില്ല. അവിടെയുണ്ടായിരുന്ന വലിയ കല്ലെടുത്ത് ജാക്കിയുടെ ദേഹത്തേക്ക് ഇട്ടു. പ്രഭു വീണ്ടും അടുത്ത കല്ലെടുത്ത് ജാക്കിയുടെ ദേഹത്തേക്ക് ഇടാനായും പോകുന്നു. അത് കാണുന്ന ഭാസ്കരൻ അലറി വിളിക്കും. എന്നിട്ട് ഉടനെ തന്നെ ഓടിപ്പോയി പ്രഭുവിനെ പിടികൂടി അവിടെയുണ്ടായിരുന്ന ജാക്കിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയറെടുത്ത് പ്രഭുവിനെ ചുറ്റി വരിയുന്നു. ശ്വാസം കിട്ടാതെ പ്രഭു പിടയുകയാണ്. അതേ സമയമായിരുന്നു പോലീസുകാരെല്ലാവരും അവിടേക്ക് വന്നതും. പ്രഭുവിനെ പിടികൂടി സ്റ്റേഷനിലേക്കും കൊണ്ടുപോകും. ഭാസ്കരനാണെങ്കിലോ ഗൗതമിന്റെ കുഞ്ഞിനെ ഗൗതമിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഗൗതം സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ഭാസ്കരനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയും. എന്നാൽ ഭാസ്കരന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നാൽ ഭാസ്കരന്റെ പ്രിയപ്പെട്ട വളർത്തുനായ ജാക്കി അവിടെ മരിച്ചു കിടക്കുകയാണല്ലോ. ജാക്കിയെ കയ്യിലെടുത്ത് അലറിക്കരയുകയാണ് ഭാസ്കരൻ. പ്രഭുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പോലീസുകാരാണെങ്കിൽ പ്രഭുവിനെ പൊതിരെ തല്ലുന്നു. അവിടേക്ക് എത്തിയ DSPയോട് ഇതുവരെയും പ്രഭു ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് SI. സത്യത്തിൽ ഈ പ്രഭുവിന് സ്ത്രീകളോടൊക്കെ വല്ലാത്തൊരു പെരുമാറ്റമാണ്. എല്ലാ സ്ത്രീകളെയും ഒരു ലൈംഗിക ചുവയോടുകൂടിയാണ് പ്രഭു കാണുന്നതും. പ്രഭു ആണെങ്കിലോ ലാബ് ടെക്നീഷ്യനാണ്. അവിടേക്ക് ചെക്ക് ചെയ്യുവാനെത്തുന്ന സ്ത്രീകളെയെല്ലാം മോശമായ കണ്ണിലൂടെ കാണുന്നു. പക്ഷേ വലിയ സ്ത്രീകളോട് എന്തെങ്കിലും ചെയ്താൽ വലിയ പ്രശ്നമാകുമെന്ന് പേടിച്ച് പ്രഭു കൊച്ചുകുട്ടികളെ ടാർഗറ്റ് ചെയ്യുവാനായും തുടങ്ങി. ലാബിലേക്ക് എത്തുന്ന പെൺകുട്ടികളെല്ലാം മോശമായ കണ്ണോടുകൂടി കണ്ടു. ഈ പ്രഭുവിന് ഒരു തരത്തിലുള്ള സൈക്കോ സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ രഹസ്യം എന്തെന്ന് കണ്ടെത്തുക, അതറിഞ്ഞ് ആനന്ദിക്കുന്ന ഒരു സ്വഭാവം പ്രഭുവിനുണ്ടായിരുന്നു. അവിടേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് അച്ഛനും അമ്മയും കുഞ്ഞുമൊക്കെ ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ അതവരുടെ മകളാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ചെറിയൊരു സ്വഭാവമുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യമൊക്കെ കണ്ടെത്തുമായിരുന്നു. വെറുതെ ഇരുന്ന സമയത്ത് തന്റെ മകളുടെ കൂടി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി പ്രഭു അത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്തായിരുന്നു തന്റെ കൂടെയുള്ള കുഞ്ഞ് തന്റെ സ്വന്തം കുഞ്ഞല്ല എന്നുള്ള കാര്യം പ്രഭുവിന് മനസ്സിലായതും. അതോടുകൂടി തന്റെ ഭാര്യ തന്നെ ചതിച്ചുവെന്നും പ്രഭുവിന് മനസ്സിലായി. എന്നാൽ കൂടെയുള്ളത് തന്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലായ നിമിഷം മുതൽ ആ ഒരു കുഞ്ഞിനെ കാമ കണ്ണോടുകൂടിയാണ് പ്രഭു കാണുവാനായും തുടങ്ങിയത്. ഒരു ഉത്സവ ദിവസം പ്രഭു തന്റെ മകളായി വളർത്തിക്കൊണ്ടുവന്ന പവിത്രയോട് പോയി കളിക്കുവാനായും പറയും. എന്നിട്ട് താൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് ഭാര്യയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് കളിച്ചുകൊണ്ട് നിന്ന പവിത്രയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ച് കുഞ്ഞിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നുകളയും. ആരും അറിയാതെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയും ചെയ്യുന്നു. ആദ്യം പ്രഭു നടത്തിയ കൊലപാതകം തന്റെ സ്വന്തം മകളായി വളർത്തിയ പവിത്ര തന്റെ സ്വന്തം മകളല്ല എന്നറിഞ്ഞതോടുകൂടിയാണ് ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ് ആരും അറിയാതെ ഡെഡ് ബോഡി കത്തിച്ചതും. പിന്നീടുള്ള ടാർഗറ്റ് എല്ലാം ഇതുപോലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അതിലൊന്നായിരുന്നു രേണുവും അടുത്തത് മേരിയും. പക്ഷേ പവിത്രയും രേണുവിനെയും ആരും അറിയാതെ കത്തിച്ചു കളഞ്ഞു. എന്നാൽ മേരിയെ കത്തിക്കുവാനായി കഴിഞ്ഞില്ല. മേരിയെ എടുത്തുകൊണ്ട് പോകുന്ന സമയം തന്നെ ജാക്കി പ്രശ്നമുണ്ടാക്കിയതിനാൽ മേരിയെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് മേരിയുടെ ഡെഡ് ബോഡി കത്തിച്ചു കളയാൻ കഴിയാതായതും. ഈ സത്യമെല്ലാം ഇപ്പോൾ പോലീസുകാർക്ക് മുന്നിൽ തെളിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ DSP പ്രഭുവിനെ ഒരുപാട് തല്ലുന്നു. അങ്ങനെ ഭാസ്കരനും താൻ ചെയ്ത തെറ്റുകളെല്ലാം പോലീസുകാരോട് ഏറ്റു പറഞ്ഞു. എന്തായാലും ഭാസ്കരനും ചെയ്തത് വലിയൊരു തെറ്റാണല്ലോ. ആരോടും പറയാതെ ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ചിരുന്നു. താൻ എവിടെയൊക്കെ ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നും പോലീസുകാർക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം എസ്തർ അറിയുകയാണ്. എസ്തർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭാസ്കരനെ തല്ലും.
ഭാസ്കരനാണെങ്കിലോ അടികൊണ്ട് താഴേക്ക് വീഴുകയാണ്. ഗൗതമാണ് ഭാസ്കരനെ എഴുന്നേൽപ്പിക്കുന്നതും. സാർ, ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായതെന്നും ഭാസ്കരൻ പറയും. ഭാസ്കരന്റെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ടായിരുന്നല്ലോ. എസ്തറിന്റെ കയ്യിൽ നിന്നും ഒരു അടി കിട്ടിയ ശേഷമാണ് കുറ്റബോധം കുറച്ചൊന്ന് കുറഞ്ഞു വന്നതും. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും പറഞ്ഞ് ആനന്ദി എസ്തറിന്റെ കാലിൽ വീണ് മാപ്പ് പറയും. പക്ഷേ എസ്തർ ആണെങ്കിൽ അതൊന്നും കേൾക്കുവാനേ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഭാസ്കരനെയും കോടതി ശിക്ഷിച്ചു. നാളുകൾ കടന്നുപോയി. ശിക്ഷ കഴിഞ്ഞ് ഭാസ്കരൻ പുറത്തിറങ്ങുകയാണ്. ഭാസ്കരന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് പോകുന്നത് ഗൗതമായിരുന്നു. വീട്ടിലേക്ക് എത്തുന്ന ഭാസ്കരനെ കണ്ട് ആനന്ദി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയും. ഭാസ്കരന്റെ ചെറുമകനും കോമയിൽ നിന്നൊക്കെ എഴുന്നേറ്റിരുന്നു. പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. എസ്തറിനെ കുറിച്ച് ഭാസ്കരൻ ആനന്ദിയോട് അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഇവിടേക്ക് വരും. പക്ഷെ എന്നോട് മിണ്ടാറില്ല. കുഞ്ഞിനടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമെന്നും ആനന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു എസ്തർ അവിടേക്ക് വരുന്നതും. എസ്തർ കുഞ്ഞിനടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോകും. എസ്തർ എന്ന് എത്ര തന്നെ ഭാസ്കർ വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാതെയാണ് എസ്തർ അവിടെ നിന്ന് പോകുന്നതും. അവരോട് രണ്ടാളോടും എസ്തർ മിണ്ടുന്നതേയില്ല. എന്നാൽ മേരിയുടെ ഡെഡ് ബോഡി എവിടെ പോയി എന്ന ചോദ്യം ഭാസ്കരന്റെ മനസ്സിലുമുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. ഭാസ്കരന്റെ ചെറുമകൻ കോമയിൽ നിന്ന് എഴുന്നേറ്റ ദിവസം കുഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രാത്രിയിൽ ആനന്ദി വീടിന് മുന്നിൽ നിന്ന് വലിയൊരു കുഴിയെടുക്കുന്നതാണ്. എന്നിട്ട് എന്തോ കുഴിയിലേക്കിട്ട് കുഴി മൂടുകയും ചെയ്യുന്നു. അത് മേരിയുടെ ഡെഡ് ബോഡിയായിരുന്നു. എന്നു മുതലാണോ ഭാസ്കരൻ പോലീസിൽ സറണ്ടർ ആകുമെന്ന് പറഞ്ഞു തുടങ്ങിയോ അന്നു മുതൽ ആനന്ദിക്ക് ടെൻഷനാകുവാനായും തുടങ്ങി. എവിടെയാണ് ഭാസ്കരൻ കുഞ്ഞിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആനന്ദിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആനന്ദി ആരും അറിയാതെ രാത്രിക്ക് രാത്രി തന്നെ പോയി ഡെഡ് ബോഡി എടുത്തുകൊണ്ടുവന്ന് തന്റെ വീടിന്റെ മുറ്റത്തായിട്ട് കുഴിച്ചിടുന്നു. ആനന്ദി അന്ന് രാത്രി കുഴിച്ചിട്ടത് മേരിയുടെ ഡെഡ് ബോഡിയാണെന്ന് കോമയിൽ നിന്നുണരുന്ന കുഞ്ഞിന്റെ കണ്ണിലൂടെയാണ് നമ്മളെ കാണിക്കുന്നതും. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ഭാസ്കരൻ അറിയത്തേയില്ല. ആനന്ദിയാണെങ്കിലോ എവിടെയാണോ മേരിയെ കുഴിച്ചിട്ടത് അവിടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ പൂക്കൾ പൂക്കുന്ന ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട്. തന്റെ മുത്തശ്ശി അന്നെന്തോ അവിടെ കുഴിച്ചിട്ടുവെന്ന് കൊച്ചുമകൻ അറിയാവുന്നത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കൊച്ചുമകൻ. എന്നാൽ ആനന്ദിയുടെ മനസ്സിലോ മേരിയുടെ മൃതദേഹം എവിടെയാണെന്നുള്ള സത്യം തന്നോട് കൂടി തന്നെ മണ്ണടിഞ്ഞു പോകട്ടെ എന്നാണ് ആനന്ദി ചിന്തിക്കുന്നതും. മേരിയെ കുഴിച്ചിട്ട സ്ഥലത്ത് ഒരുപാട് പൂക്കൾ പൂത്തു നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.